ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ ഫ്രെയിംസൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബർത്ത്ഡേ ഫ്രെയിംസ്, ബേബി ഫ്രെയിംസ്, ബേബി ബർത്ത് ഡീറ്റെയിലിംഗ് ഫ്രെയിംസ്, ഗിഫ്റ്റ് ഫ്രെയിംസ്, അങ്ങനെ ഒരുപാട് ഫ്രെയിംസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രെയിംസ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിരുന്നു, ജസ്റ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 3 സെറ്റ് ഫ്രെയിംസാണ് ഞാൻ വാങ്ങിച്ചത്. അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് A4 സൈസ് ഫ്രെയിമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. A4 സൈസ് ഫ്രെയിമിൽ 4 സെറ്റ്, അതായത് 4 എണ്ണമുള്ള ഒരു സെറ്റാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച A4 സൈസ് ഫ്രെയിം വരുന്നത്. ആൻഡ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കുഴപ്പമില്ല, ഒരു എബവ് ആവറേജ് ആണ്. പക്ഷേ ഒരു ഹൈ ക്വാളിറ്റി എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിലുള്ള ക്ലിപ്പ് കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന വേറൊരു രീതിയാണ്. പക്ഷേ സാധാരണ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ക്ലിപ്സൊക്കെയാണ് വരുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് ഹാങ് ചെയ്തിടാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഫ്രെയിം ലൈറ്റ് വെയ്റ്റ് ആണ്, വെയിറ്റ് ഇല്ലാത്ത ഫ്രെയിമാണ്. പിന്നെ ഗ്ലാസ് അല്ല, ഗ്ലാസ്സിന് പകരം ഒരു ഗ്ലാസ് ഷീറ്റാണ് വരുന്നത്. കണ്ടോ ഫ്രെയിമിൻ്റെ നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഫ്രെയിം, അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷീറ്റാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫ്രെയിംസാണ് കേട്ടോ, കുഴപ്പമില്ല, നല്ല ഫ്രെയിംസാണ്. അപ്പോൾ മറ്റേ ഫ്രെയിം നമ്മൾ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഫ്രെയിമാണ്, A4 സൈസ് തന്നെയാണ്. രണ്ടിൻ്റെയും തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്, സൈസും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്. മറ്റേത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഗ്ലാസിൻ്റെ ഫ്രെയിമാണ്, ഇത് ഷീറ്റിൻ്റെ ഫ്രെയിമാണ്. കാണാൻ രണ്ടും വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല, രണ്ടും ഒരേപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി വൈസ് രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ. പിന്നെ ഞാനിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രെയിം ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. ഞാൻ അതിൻ്റെ കാർഡ്ബോർഡ് എടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ ജസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. ദെൻ അതിന് അപ്പുറത്തുള്ളതൊരു ഗ്ലാസ് ഷീറ്റാണ്. കണ്ടോ, നമ്മുടെ ഒരു OHP ഷീറ്റില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഇതിലുള്ള ഒരു ഷീറ്റ്, ഗ്ലാസ് ഷീറ്റാണ് വരുന്നത്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഫ്രെയിമാണ്. പക്ഷേ ഇത് ശരിക്കും അബദ്ധം പറ്റിയതാണ്. ഞാൻ A4 സൈസാണ് ഓർഡർ ചെയ്തിരുന്നത്, പക്ഷേ വന്നപ്പോഴേക്കും സൈസ് ഇതാണ്, 4x6 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് വന്നിട്ടുള്ളത്. A4 സൈസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിന് മാറിപ്പോയതാണോ എന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനത് മാറ്റാൻ വേണ്ടിയിട്ട് പോയില്ല. ഓക്കെ, കുഴപ്പമില്ലാത്ത ഫ്രെയിം തന്നെയാണ്, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു വാൾ ഗാലറി ഒക്കെ സെറ്റ് ചെയ്യില്ലേ, അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 7 ഫ്രെയിമാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ വിൻറ്റേജ് ഫ്രെയിംസൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇത് അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഞാൻ വാങ്ങിച്ചത് വേറൊരു സെറ്റ് ഫ്രെയിംസാണ്. ഇത് ഞാൻ ഈ സൈസിലുള്ളത് തന്നെ വാങ്ങിച്ചതാണ്, അബദ്ധം പറ്റിയതൊന്നുമല്ല. ഇതിൽ വരുന്നത് ഒരു A5 സൈസും പിന്നെ ബാക്കി വരുന്നത് 4x6 ഇഞ്ചസിൻ്റെ ഒരു സെറ്റായിട്ടാണ്. ഇതും നമ്മളൊരു വാൾ ഗാലറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചത്. പക്ഷേ ഇതിൻ്റെ ബാക്കിലുള്ള ഹാങ്ങിങ് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഗ്ലാസിൻ്റെ ഫ്രെയിമാണ് വരുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ ഗ്ലാസ് ഷീറ്റിൻ്റെ ഫ്രെയിമായിരുന്നു, ഇതെല്ലാം വരുന്നത് ഗ്ലാസിൻ്റെ ഫ്രെയിമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലുള്ള ആ ഹാങ്ങിങ് ഒക്കെ കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. പിന്നെ ഇതെന്തായാലും കാശിന് നമ്മൾ എത്രയാണോ പേ ചെയ്തത് അതിന് വേർത്തായിരുന്നു. ഓരോന്നിൻ്റെയും പൈസയും ഡീറ്റെയിൽസും ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കാം കേട്ടോ, എനിക്ക് കറക്റ്റ് എത്രയാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് അടുത്തൊരു സെറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് മറ്റേത് ഞാൻ ഈ ഒരു 4x6 സൈസുള്ളത് കാണിച്ചു തന്നില്ലേ, അതിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയതാണ്. പിന്നെ അതിനേക്കാളും കുറച്ചുകൂടി റേറ്റും ഉണ്ടെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതെന്തായാലും വേർത്താണ് നമ്മൾ വാങ്ങിച്ചതിൽ. അപ്പോൾ ഇതും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വാൾ ഗാലറി സെറ്റ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ സിംഗിൾ ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനും അടിപൊളിയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇതുവരെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഫ്രെയിംസ് പർച്ചേസ് ചെയ്തിരുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങാം എന്ന് തോന്നിയപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പർച്ചേസ് ചെയ്ത് കുറച്ച് ഫ്രെയിംസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യണം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, വാട്സപ്പുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.